DCS സംസ്ഥാന കമ്മിറ്റി വിശ്വഹിന്ദു പരിഷത്ത് ഹാളിൽ സംഘടിപ്പിച്ച ദലിത് ആദിവാസി നേതൃസംഗമം സമാജ്വാദി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് CN ബാലൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് പൊയ്കേല് പ്രസന്നകുമാർ അധ്യക്ഷനായി. സംസ്ഥാനത്തിന് അകത്തും ഇതര സംസ്ഥാനങ്ങളിലും വേരോട്ടമുറപ്പിക്കാൻ കഴിഞ്ഞ DCS നേതൃത്വത്തിൽ വിവിധ സംഘടനകളെ പങ്കെടുപ്പിച്ചാണ് ദലിത് ആദിവാസി നേതൃസംഗമം സംഘടിപ്പിച്ചത്. കോട്ടയം തിരുനക്കര വിശ്വഹിന്ദു പരിഷത്ത് ഹാളിൽ സംഘടിപ്പിച്ച സംഗമം സമാജ്വാദി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് CN ബാലൻ ഉദ്ഘാടനം ചെയ്തു. അധികാര പങ്കാളിത്തത്തിലേക്ക് പ്രവേശിക്കാൻ മഹാനായ കൻഷീറാം പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിന് പോലും കഴിയാത്ത സാഹചര്യത്തിൽ ഇന്ത്യയിലെ ദലിത് ആദിവാസി ജനങ്ങളുടെ പ്രതീക്ഷ ഇപ്പോൾ സമാജ്വാദി പാർട്ടിയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൻഷീറാം പ്രസ്ഥാനമുണ്ടാക്കും പാർട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു സന്യാസിയെ പോലെ അത് 56 നടന്നിട്ടില്ല. ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഈ താണജാതി വിഭാഗങ്ങളുടെ സർവീസ് സംഘടന ഉണ്ടാക്കി ആ എല്ലാ വിഭവ സമാഹരണവും നടത്തിയിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അന്ന് അദ്ദേഹം ആദ്യമായി ഇവിടെ കേരളത്തിൽ വരുമ്പോൾ തിരുവനന്തപുരത്ത് അന്ന് അദ്ദേഹത്തിന് ഇവിടുത്തെ പൗരസ്വീകരണത്തിൽ പ്രസംഗിക്കാൻ അന്ന് ഞാൻ SDP യോഗത്തിൻ്റെ കൗൺസിലറായിട്ട് എന്നെ അവിടെ ക്ഷണിക്കുന്നു. അവിടെ വെച്ചാണ് ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെടുന്നത്. പിന്നീട് നിരവധി തവണ ഞങ്ങൾ കൻഷീറാമുമായി കേരളത്തിന് വെളിയിലും ഒക്കെ നമ്മുടെ വീട്ടിൽ കല്ലറ സുകുമാരനും ഞങ്ങളൊക്കെ പോവുകയും ബന്ധപ്പെടുകയും നമ്മുടെ ഒരു വിമോചന പ്രസ്ഥാനമായിരുന്നു. പക്ഷേ ഇവിടെ സൂചിപ്പിച്ച മായാവതി ഇപ്പം അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പാവപ്പെട്ടവർക്ക് ഈ സ്വർണം വാഴുകയുള്ളൂ. കാരണം നമ്മളതുകൊണ്ട് പണയം നമ്മുടെ അത്യാവശ്യത്തിൽ ഈ പണയ സ്വർണം പലിശ അടയ്ക്കാൻ നഷ്ടപ്പെടും. അപ്പം നഷ്ടപ്പെട്ട പണയ സ്വർണം പോലെയാണ് DCS. അത് ആർക്കോ പണയം വെച്ച് അത് പോയി. പിന്നീട് ഇന്ത്യയിൽ ഭരണനിർവഹണത്തിലേക്ക് നമ്മൾ പങ്കാളിത്തത്തിൽ വരാൻ ഈ ആശയം ഉൾക്കൊള്ളുന്ന ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ നമുക്കൊരു ഈ താണജാതി വിഭാഗങ്ങൾ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ബിൽഡപ്പ് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ശേഷിയില്ല. അവിടെയാണ് ഇന്ത്യയിൽ ഈ ആദിവാസി ദളിത് പിന്നോക്ക ന്യൂനപക്ഷ രാഷ്ട്രീയം പ്രത്യയശാസ്ത്രമായി അംഗീകരിച്ചുകൊണ്ട് അഖിലേഷ് യാദവ് മലയാളം സൃഷ്ടിച്ചാണ് അഖിലേഷ് യാദവിൻ്റെ സമാജവാദി. അവിടെയാണ് ഉത്തരേന്ത്യയിലെ മായാവതിയുടെ ഉടയപ്പാരുമില്ല. മനുഷ്യർ മുഴുവനും ഈ പ്രസ്ഥാനത്തോട് നിന്നുകൊണ്ടാണ് ഈ BJPയുടെ സവർണാധിപത്യ മുന്നേറ്റം തടയാൻ കഴിയും. ആ രാഷ്ട്രീയമാണ് നമുക്ക് സ്വീകാര്യമായിട്ടുള്ളത്. നമുക്ക് ഇതൊരു നമ്മളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അധികാര പങ്കാളിത്തത്തിലേക്ക്. DCS സംസ്ഥാന പ്രസിഡന്റ് പൊയ്കേല് പ്രസന്നകുമാർ അധ്യക്ഷനായി. കാരണം ഇന്ത്യൻ പൊളിറ്റിക്സിന് കൂടുതലായിട്ട് കിടക്കുന്നില്ല. അധികാരത്തിൽ വരാൻ പറ്റുന്ന അധികാരത്തിൽ ഇല്ലാതെ ഒരു ജനവിഭാഗത്തെ അധികാരത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ശ്രമമാണെന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു പ്രതിനിധി യോഗം വിളിച്ചുകൂട്ടാനുള്ള പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിജു ജോൺ, ദലിത് ആദിവാസി ഐക്യ സമിതി ജനറൽ സെക്രട്ടറി ശിവദാസൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ പ്രശാന്തം പ്രഭാകരൻ, സാംജിത് റാം, DCS സംസ്ഥാന ജനറൽ സെക്രട്ടറി അജിത് ആർനാഥ്, ജോഷി നയാടിമറ്റം തുടങ്ങിയവരും സംസാരിച്ചു. സമാജ്വാദി പാർട്ടിയുമായി ചേർന്ന് സഹകരിക്കാനുള്ള തീരുമാനം ഉൾക്കൊള്ളുന്ന പ്രമേയം നേതൃസംഗമത്തിൽ അവതരിപ്പിച്ചു.